നമസ്കാരം. നമ്മുടെ നാട്ടിൽ കവിതാക്കളുടെ സ്വൈരവിഹാരവും അവരെ തടയുവാൻ ശ്രമിക്കുന്ന നാട്ടുകാർ, അത് ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും വാർത്തയിൽ ഇടം നേടാറുണ്ട്. ബീച്ചുകൾ, പാർക്കുകൾ, ആളൊഴിഞ്ഞ കുറ്റിക്കാടുകളും മരങ്ങളും നിറഞ്ഞ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ എത്തുന്ന ഒരു വിഭാഗം യുവാക്കൾ വഴിവിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ കാണാറുണ്ട് നമ്മൾ. സ്കൂൾ യൂണിഫോമിൽ പോലും കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് ബീച്ചിലും പാർക്കിലും ചുറ്റിയടിക്കുന്നത് നാം കാണാറുണ്ട്. കാലം പോയ പോക്കെ എന്ന് പ്രായമായവർ പറയും. ചോദ്യം ചെയ്താൽ ചിലപ്പോൾ തിരിച്ചടി വലുതായിരിക്കും. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങിയത് ചോദ്യം ചെയ്ത അധ്യാപകനോടുള്ള പക തീർക്കാനായി അദ്ദേഹത്തിനെതിരെ വ്യാജ പീഡന പരാതി നൽകിയ പെൺകുട്ടികൾ പോലുമുണ്ട് ഈ നാട്ടിൽ. അങ്ങനെ നല്ലത് കരുതി ഇടപെട്ട അധ്യാപകൻ ജയിലിലുമായി. അതാണ് കാലം. അപ്പോൾ ഏറ്റവും നല്ലത് ഇതിനൊക്കെ തെളിവുകളാണല്ലോ. അതാണ് ശരിയായ രീതിയും. അത്തരത്തിൽ ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്നും വരുന്നുണ്ട്. കവിതാക്കൾ മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരുടെ പിടിവിട്ടുള്ള പ്രവർത്തനങ്ങളും വലിയ തലവേദന സൃഷ്ടിക്കാറുണ്ട്. ആലപ്പുഴ ബീച്ചിലും പുന്നമടയിലും ഒക്കെ കവിതാക്കളുടെ സല്ലാപ കേന്ദ്രം ആണ് എന്നാണ് വാർത്തകൾ പലകുറി വന്നിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ഉണ്ടായ മോറൽ പോലീസിംഗും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്ത് പലയിടങ്ങളിലും വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കറങ്ങാൻ എത്തുന്നവർക്ക് പാരയാണ് ക്യാമറകൾ, പ്രത്യേകിച്ച് നിരീക്ഷണ ക്യാമറകൾ. ആലപ്പുഴയിലും ഈ നിരീക്ഷണ ക്യാമറകൾ ഇനി മുതൽ കാമുകന്മാർക്ക് വിലങ്ങുതടിയാവാൻ പോവുകയാണ്. 100 കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ആലപ്പുഴ ബീച്ചിലും പുന്നമടയിലും ഒക്കെ നിരീക്ഷണ ക്യാമറകൾ റെഡിയാവുകയാണ്. പൊതുജന പങ്കാളിത്തത്തോടെ ടൂറിസം പോലീസാണ് 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പോകുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ബീച്ചിലെ പ്രധാന വഴികളിൽ ആണ് 5 ക്യാമറകളും സ്ഥാപിക്കുക. ഇതിന് മുന്നോടിയായി കേബിളുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ച ക്യാമറകൾ മിഴി തുറക്കും. 2ാം ഘട്ടത്തിലാണ് പുന്നമടയിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇതോടെ ബീച്ചിലെയും പരിസരത്തെയും സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് അറുതിയാകും എന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. പോലീസിൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനായി കുട പിടിച്ചിരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും പലയിടങ്ങളിലും. ഇനി കുട പിടിച്ചാലും ഈ ആലപ്പുഴ ബീച്ചിൽ പിടിവീഴുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആലപ്പുഴ ബീച്ചിൽ പകൽ സമയത്ത് എത്തുന്ന സഞ്ചാരികളിൽ അധികവും കവിതാക്കളാണ്. പോലീസിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കുവാൻ അയ്യപ്പൻ പൊഴിക്ക് തെക്ക് ഭാഗവും വിജയ് പാർക്കിന് പിന്നിലെ മരച്ചുവടുമാണ് ഇവരുടെ വിഹാര കേന്ദ്രങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ പോലീസ് പട്രോളിങ്ങിനിടെ സ്കൂൾ യൂണിഫോം ധാരികൾ ഉൾപ്പെടെ 10 ജോഡിയോളം കവിതാക്കളാണ് ഓടി മറഞ്ഞത്. ബീച്ചിലേക്ക് ഇറങ്ങുന്നവരുടേതുൾപ്പെടെ ഈ ഭാഗത്തെ ദൃശ്യങ്ങൾ വ്യക്തമായി കിട്ടുന്ന തരത്തിലാണ് ക്യാമറ സജ്ജമാക്കുന്നത്. ഇതിന് മുന്നോടിയായി വിജയ പാർക്കിന് സമീപത്തെ കുറ്റിക്കാടുകളും ചെറുമരങ്ങളും JCB ഉപയോഗിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. പെട്രോളിങ്ങിൻ്റെ പരിമിതികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ നിരീക്ഷണ ക്യാമറകളുടെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി 6 ജീവനക്കാരുമായി 2001 പുന്നമടയിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. ബീച്ചിൻ്റെ സുരക്ഷാ ചുമതല കൂടി നൽകിയതോടെ 2014 സ്റ്റേഷൻ ബീച്ചിലേക്ക് മാറ്റി. അംഗബലം 14 ഉയർത്തുകയും ചെയ്തു. പക്ഷേ 2 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ആലപ്പുഴ ബീച്ചിലെ പെട്രോളിങ്ങും ഇവർ ഭാഗികമായി ഏറ്റെടുത്തു. ഇപ്പോഴത്തെ അംഗബലം 7 അവധി ദിവസങ്ങളിൽ തിരക്ക് എത്ര വർദ്ധിച്ചാലും ആലപ്പുഴ സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നോ AR ക്യാമ്പിൽ നിന്നോ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയമിക്കുന്ന പതിവ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ പെട്രോളിംഗ് പരിമിതമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ സാഹചര്യത്തിലാണ് നിരീക്ഷണ ക്യാമറകൾ മിഴി തുറക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് ക്യാമറകൾ വരുന്നത് എന്ന് നോക്കാം നമുക്ക്. പാർക്കിന് സമീപം, ബിഷപ്പ് ഹൗസ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ആശുപത്രിക്ക് എതിർവശം, കാറ്റാടി പാർക്ക്, വിജയ പാർക്കിന് സമീപം, ഇവിടങ്ങളിലൊക്കെയാണ് ക്യാമറകൾ സ്ഥാപിക്കുക. അപ്പോൾ ഓർത്തുകൊള്ളുക, ഇനി മുതൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്.